വെള്ളിയാഴ്ചയിലേക്ക് നബിദിനം അങ്ങോട്ട് മാറ്റാത്തതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകിച്ചൊരു ദിവസം വെച്ചത്. അപ്പം നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ നല്ലതല്ല, പക്ഷെ നമുക്ക് എത്രത്തോളം ഈ മൗലിദ് കൊണ്ടും ഈ സദസ് കൊണ്ടും നമ്മളിൽ എത്ര മാറ്റം വരുത്തുന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ എത്ര മാറ്റങ്ങൾ വരുത്തുന്നു. എന്തെങ്കിലും ഒരു സുന്നത്തിനെങ്കിലും നമ്മൾ ഒരു ദിവസം വർദ്ധിപ്പിച്ചാൽ നമ്മളൊന്ന് വിജയിച്ചു. അല്ലാതെ എന്നും ഒരേ നിലയിലാണ് നിൽക്കുന്നത് ഫലമില്ല. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അശ്റഖ് വീഴ്ത്തിയപ്പോൾ നിന്നേത് എന്തിനാണെന്നറിയോ? ആ സദസ്സിൽ ആര് ഹാജരാകും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പക്ഷെ അത് നമ്മൾ നഷ്ടപ്പെടുത്തി. ഈ സമൂഹം നഷ്ടപ്പെടുത്തി, നമ്മളെ ചുറ്റുപാടുകൾ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? അതായത് കൽബിന്റെ കറ മാറിയ കൽബിന്റെ മറമാണ്. നമ്മുടെ കൽബിലൊക്കെ എന്താണ് കറ ഇങ്ങനെ കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് പറ്റില്ല, നമുക്ക് കാണേണ്ട ചെയ്യാൻ കാണാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ മദീനത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ കാണാൻ വല്ലാത്തൊരു സ്മെല്ല്. എല്ലാവരും മൂക്ക് കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, എന്താണ് ഈ സ്മെല്ലിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. മദീനത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതായത് ഏറ്റവും സ്നേഹിക്കുന്നവരാണ്. അതായത് മക്കയിൽ അങ്ങനെ അല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് പുറത്തിടാൻ ഒരാളുണ്ടായിരുന്നു. ഒരുപാട് ആക്രമിക്കാൻ ആളുണ്ട്. പക്ഷെ മദീനത്തിൽ മണ്ണ് നുള്ളിയിടാൻ ആരുമില്ല. പക്ഷെ ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല. അവരാരാന്ന് ചോദിച്ചാൽ മുനാഫിഖീങ്ങളാണ്, കപടവിശ്വാസികളാണ്. നബിയുടെ കൂടെ നിൽക്കും, സലാം പറയും, എല്ലാം ചെയ്യും. പക്ഷെ ഒരു സൂറത്ത് ഇറങ്ങിയിരിക്കുന്ന സൂറത്തിൽ മുനാഫിഖീങ്ങൾ, കപടവിശ്വാസിയുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ ഈ കപടവിശ്വാസികൾ ഈ സദസ്സിൽ അങ്ങോട്ട് പോയാൽ അവിടെ പോയി എന്ത് പറയും? റീബത്തും നമീമത്തും ഫസാദൊക്കെ പറയും. ഇതിന്റെ സ്മെല്ലാണ് ഇവിടെ കേൾക്കുന്നത്, ഇവിടെ അടിക്കുന്നതിനോ. അപ്പൊ അന്ന് റീബത്തിനും നമീമത്തിനും ഫസാദിനും സ്മെല്ലുണ്ടായിരുന്നു. ഇന്ന് ആ സ്മെല്ല് അവിടെ പോയി. ഇന്നെല്ലാരും നന്നായി, ഇല്ലയോ? ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല. അതുകൊണ്ടാണോ? അല്ല. അതെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ കെ.സി. അബ്ദുൽഖാദറൊക്കെ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ ഇവിടെ അങ്ങനെയുള്ള സ്ഥലം കാണുമായിരിക്കും. അത് കരുനാഗപ്പള്ളിക്കും കൊല്ലത്തിനും ഇടയ്ക്കുന്ന സ്ഥലമുണ്ട്, നീണ്ടകര എന്ന് പറയും. അതായത് ഈ ബോട്ട് അടുക്കുന്ന സ്ഥലം. എല്ലാ കടലിലെ ചെന്തി ഇവിടെ കൊണ്ടായിടുന്നുണ്ട്. അവിടെ അടിയുമ്പോൾ നമ്മളെ ഓർഡിനറി ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്ത് ആ ഭാഗത്ത് ചെല്ലുമ്പോൾ കാണാം നമ്മൾ ഉറങ്ങിയിരിക്കുന്ന ആള് ആ സ്ഥലത്ത് നിർത്തുമ്പോൾ എല്ലാവരും എത്തുന്നു ഉണരും. എന്തുകൊണ്ടാണ്? ആ സ്മെല്ല് കൊണ്ട് എന്തായാലും എല്ലാവരും മൂട്ട് കന്തി ചെയ്യും, കൈവെക്കും.
നമ്മൾ ബസ്സിൽ ഇരുന്നവരെല്ലാം കൈവെക്കും, പക്ഷെ പുറത്തോട്ട് നോക്കുമ്പോ എല്ലാരും എന്തുവാ കൈവച്ചോണ്ടാണ് നടക്കുന്നത്. അല്ല, അവരൊക്കെ എന്താ കഴിഞ്ഞ് അതിന് അഡിക്റ്റായി. അപ്പം അഡിക്റ്റായി കഴിഞ്ഞില്ല, സ്മെല്ല് വരുന്നില്ല എന്ന് പറയുന്ന ഇന്ന് നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഒരു പ്രശ്നമല്ല. ഏതാ ദൈവത്തിന്റെ പറയാം, നമ്മൾ അതിനകത്ത് കുഴഞ്ഞു മറിയാം. അപ്പൊ അതിന്റെ സ്മെല്ല് നമുക്ക് പ്രത്യേകം വരേണ്ട കാര്യം വല്ല ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ നന്നാവണം. ഏതുപോലെ നമ്മുടെ പഴയ വഴിയിലേക്ക് പോകണം. പഴയ വഴി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? നമ്മൾ ജനിച്ചൊരു കാലഘട്ടം. നമ്മൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ നിങ്ങൾ തൊട്ടി ചെന്ന് നോക്കണം. 6 മാസം പോലും ആവാത്ത കുട്ടി കുഞ്ചിരിക്കുന്ന കാണത്തില്ലേ? കുട്ടികൾ കുഞ്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ കുഞ്ഞിന്റെ കൽവിൽ കറയില്ല. അപ്പൊ മറയില്ലാത്തത് കാണാം. ആരെ കാണാം? മലക്കുകളെ കാണാം. അപ്പൊ ആരെ കാണും? മലക്കുകളെ കാണും. എന്ത് ചെയ്യും? പുഞ്ചിരിക്കും. ഈ കുട്ടി അതേപോലെ ഭയറ്റിക്കരയും. എത്ര ആശ്വസിപ്പിച്ചാലും താലോലിച്ചാലും പാല് കൊടുത്താലും കരച്ചിൽ അവസാനിക്കുന്നത് എന്താണെന്നറിയോ? ആ കുട്ടിക്ക് ശൈത്താനെ കാണാനും പറ്റും. കാരണം മഗ്‌രിബിന് മുമ്പും മഗ്‌രിബിന് ശേഷവും കുട്ടികളെ പുറത്തിറക്കരുതെന്ന് പറയത്തില്ലയോ? എന്തുകൊണ്ടാണ്? ശൈത്താന്റെ ആ അതിപ്രസരം, അവരുടെ വിഹാര സമയമാണ് ആ സമയം. ആ സമയത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പിശാചിന്റെ ശർറം ഉണ്ടായാൽ എന്ത് വരുത്തില്ല? ഒരിക്കലും ആ കുട്ടി. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൽബിനെ എന്താക്കണം? നന്നാക്കണം. ആ നിലയിൽ കൊണ്ട് ഈ കുട്ടിയുടെ കൽബിലെ ഈ വെളിച്ചം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം പിന്നെ ഹലാലും ഹറാമും കൂടെ ചേർന്നതാണ്.